അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനെതിരെ പ്രതികരിച്ച് ആർ ശ്രീലേഖ. താൻ ശീലിച്ച VVIP ഡ്യൂട്ടികളിലെ അച്ചടക്കം മാത്രമാണ് വേദിയിൽ ചെയ്തതെന്നും ആർ ശ്രീലേഖ പ്രതികരിച്ചു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ തനിക്ക് ആ വേദിയിൽ ഇടം ലഭിച്ചത് സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണെന്നും ശ്രീലേഖയുടെ പ്രതികരണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. VVIP എൻട്രൻസിലൂടെ കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത്. മാധ്യമ ചാനലുകളിലും വളരെയധികം മോശമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ച് കണ്ടു. ഇതിലാരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ, എപ്പോഴും BJPക്കൊപ്പം. ദിസ്ന ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ദിസ്ന, ഇന്നലെ പ്രധാന സേവകൻ വന്ന് പോയ സമയത്ത് ചില മാധ്യമങ്ങൾക്ക് വലിയ വെപ്രാളമായിരുന്നു. കേസിനോട് ചിരിച്ചില്ല. അതിന് കേസ് ഉചിതമായ മറുപടി ഫേസ്ബുക്കിലൂടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീലേഖയോട് മിണ്ടിയില്ല, ശ്രീലേഖ മാറി നിന്നു, മേയറോട് ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ്. ദിസ്ന, തീർച്ചയായും ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം തിരുവനന്തപുരത്ത് എത്തും, ആ വാക്കു പാലിക്കപ്പെട്ടു. പക്ഷെ അതിനുശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെയും വരുന്ന വാർത്തകൾ വലിയ രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്നു എന്നത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ K. സുരേന്ദ്രൻ അത് തക്കതായ മറുപടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ മാധ്യമങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞാണ് അത്തരത്തിലൊരു മറുപടി അദ്ദേഹം എഴുതിയിട്ടത് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മേയർ പങ്കെടുക്കില്ല അല്ലെങ്കിൽ അത്തരത്തിൽ സ്വീകരിക്കില്ല തുടങ്ങിയ വലിയ രീതിയിൽ വാർത്തകളൊക്കെ വന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇത് ആർ ശ്രീലേഖ, ശാസ്തമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖയ്ക്കെതിരെ വലിയ രീതിയിൽ ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നു. അതിനൊരു വിശദീകരണവുമായാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഇത്തരത്തിലൊരു വീഡിയോ ശ്രീലേഖ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് VVIP ഡ്യൂട്ടി മാത്രം ശീലിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലാണ് താൻ ജീവിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി വിളിച്ചാൽ മാത്രമേ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നതായിരുന്നു തന്റെ ധാരണ. അല്ലാതെ വേറൊരു രീതിയിലും താൻ മാറി നിന്നതിൽ അല്ല എന്നൊരു കാര്യം തന്നെയാണ് ആർ ശ്രീലേഖ വ്യക്തമാക്കിയത്. ഇതിനെയാണ് മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി ആർ ശ്രീലേഖ എടുത്തു പറയുകയാണ്. ശ്യാം ബാബു, അതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് താൻ BJPക്കാരി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷമാണ് തനിക്ക് പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ഒരു വേദി പങ്കിടാൻ സാധിച്ചതും അതേറെ അഭിമാനകരമായ ഒരു നിമിഷമായി താൻ കരുതുന്നുവെന്നും ആർ ശ്രീലേഖ വ്യക്തമാക്കുന്നു. പക്ഷേ സൈബർ ഇടങ്ങളിൽ പ്രധാനമായും പറയേണ്ടത് ഈ ഒരു വീഡിയോ ക്ലിപ്പുകൾ ചെറിയ രീതിയിൽ വീഡിയോ ആക്കി പലയിടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ സ്ഥാനമാനങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ച് വലിയ രീതിയിൽ ക്യാപ്ഷനുകളൊക്കെ കൊടുത്ത് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ തന്നെയും പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം ആർ ശ്രീലേഖ നൽകി കഴിഞ്ഞിരിക്കുന്നു. ശ്യാം ബാബു, എനിക്ക് തോന്നുന്നില്ല ജിസ്ന, എന്തായാലും ആ ശ്രീലേഖയെ ചില മാധ്യമങ്ങൾ വിടാൻ സാധ്യതയില്ല. ഇതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്യാമറ ആംഗിളുകളൊക്കെ സെറ്റ് ചെയ്ത് സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നാലെ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതികരണവും നിലപാടുകളുമാണ് ശ്രീമതി ആർ ശ്രീലേഖയെ എന്നും വ്യത്യസ്തയാക്കുന്നത്.